എപ്പോഴെങ്കിലും തോൽവി സമ്മതിച്ച് തളർന്നിരുന്നിട്ടുണ്ടോ? സാരമില്ല, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരു കുഞ്ഞു ചിലന്തിയുടെ കഥ കേട്ടാൽ ചിലപ്പോൾ നമ്മുടെ ചിന്തയൊക്കെ മാറും. സചിത്ര ബാലകഥകളിൽ നിന്നുള്ള മനസ്സിന് ഒരുപാട് ശക്തി തരുന്ന ഈയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാമല്ലേ? ഈ കഥയിലുടനീളം നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു സംഖ്യയുണ്ട്, 13. ഇതൊരു വെറും അക്കമല്ല കേട്ടോ. നമ്മുടെ കഥയിലെ 2 പ്രധാന കഥാപാത്രങ്ങൾ നേരിട്ട പരാജയങ്ങളുടെ കണക്കാണിത്. അപ്പോ എന്തുകൊണ്ടാണ് ഈ 13 എന്ന സംഖ്യ ഇത്രമാത്രം പ്രാധാന്യമുള്ളതാവുന്നത്? വാ നമുക്ക് നോക്കാം. ഓക്കേ, അപ്പൊ നമ്മുടെ കഥയിലെ ആദ്യത്തെ ഹീറോയെ നമുക്ക് പരിചയപ്പെടാം. ആളൊരു ഭയങ്കര യോദ്ധാവോ രാജാവോ ഒന്നുമല്ല, മറിച്ച് വലിയൊരു ലക്ഷ്യവുമായി ഇറങ്ങിത്തിരിച്ച ഒരു കുഞ്ഞൻ ചിലന്തിയാണ്. ആ ചിലന്തിയുടെ ശ്രമമൊന്ന് നോക്കിക്കേ. അതൊരു വല നെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ അയ്യോ, നൂല് പൊട്ടി താഴേക്ക് വീണു. സാധാരണഗതിയിൽ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? ചിലപ്പോ ആ ശ്രമം തന്നെ ഉപേക്ഷിക്കും, അല്ലേ? പക്ഷെ ഈ ചിലന്തി അങ്ങനെയല്ല. വീണ ഉടനെ തന്നെ ഒരു മടിയും കൂടാതെ അത് തിരിച്ചു മുകളിലേക്ക് കയറുകയാണ്. ഇതൊന്നോ രണ്ടോ തവണയല്ല സംഭവിച്ചത്. കൃത്യം 13 തവണ ആ പാവം താഴെ വീണു. എന്നിട്ടും അത് ശ്രമം നിർത്തിയില്ല. ഒടുവിൽ ആ 14ാമത്തെ ശ്രമത്തില് അത് വിജയിച്ചു. അതിന്റെ വല പൂർത്തിയാക്കി. എന്തൊരു നിശ്ചയദാർഢ്യമല്ലേ! ശരി, അപ്പോ ഒരു പോരാളിയെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് പോകാം. ഇദ്ദേഹം ഒരു കുഞ്ഞൻ ജീവിയല്ല, മറിച്ച് ബ്രൂസോ എന്നു പേരുള്ള ഒരു രാജാവാണ്, ഒരു വലിയ യോദ്ധാവാണ്. പക്ഷെ വിജയത്തിന്റെ തലയെടുപ്പിലല്ല അദ്ദേഹം, മറിച്ച് പരാജയത്തിന്റെ ഭാരം കൊണ്ട് തളർന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെയാണ് ഈ കഥയുടെ ഒരു ഭംഗി. ഒരു വശത്ത് ഒരു കുഞ്ഞൻ ചിലന്തി, പക്ഷെ അതിന് തളരാത്ത മനസ്സും വലിയ നിശ്ചയദാർഢ്യവുമുണ്ട്. ഇനി മറുവശത്ത് നോക്കിയാലോ, ഒരു മഹാനായ യോദ്ധാവ്, ഒരു രാജാവ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട് ആകെ തകർന്നിരിക്കുകയാണ്. ശരിക്കും വിചിത്രമായി തോന്നുന്നില്ലേ? അപ്പോ ഈ 2 കഥകളും ഒരുമിച്ച് വരുന്നത് എവിടെയാണ്? ആലോചിച്ചു നോക്കൂ. യുദ്ധത്തിൽ കൃത്യം 13 തവണ തോറ്റ് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട തളർന്നിരിക്കുന്ന ആ രാജാവ് തന്റെ കൺമുന്നിൽ ഒരു കുഞ്ഞു ചിലന്തി നടത്തുന്ന ഈ പോരാട്ടം വെറുതെ നോക്കിയിരിക്കുകയാണ്. ഒരുപക്ഷേ ആദ്യം അത്ര കാര്യമാക്കി കാണില്ല, പക്ഷെ പതിയെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുതന്നെ, അതാണ് ഈ കഥയെ മുഴുവൻ മാറ്റിമറിച്ച നിമിഷം. 13 തവണ വീണിട്ടും ആ 14ാമത്തെ തവണ ആ കുഞ്ഞു ചിലന്തി വിജയിക്കുന്നത് കണ്ടപ്പോൾ ആ രാജാവിന്റെ മനസ്സിലൊരു മിന്നൽ പിണറുണ്ടായി, ഒരു പുതിയ തിരിച്ചറിവ്. ഒരു കുഞ്ഞു ചിലന്തിയുടെ വിജയം അതെങ്ങനെയാണ് ഒരു വലിയ യോദ്ധാവിന്റെയും, എന്തിന് ഒരു രാജ്യത്തിന്റെ തന്നെ തലവിധി മാറ്റിയെഴുതാൻ കാരണമായത്? നമുക്ക് നോക്കാം. അപ്പോ സംഭവിച്ചത് ഇതാണ്. ആ ചിലന്തി അതിന്റെ വീട്, അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി. അത് കണ്ടുനിന്ന ബ്രൂസോ രാജാവിന് അതുവരെ ഇല്ലാത്തൊരു ഊർജം കിട്ടി. ഒരു ചെറിയ ചിലന്തിക്ക് 13 തവണ തോറ്റിട്ടും വീണ്ടും ശ്രമിക്കാമെങ്കിൽ ഒരു രാജാവായ എനിക്കെന്തുകൊണ്ട് കഴിയില്ല? ആ ഒരൊറ്റ ചിന്തയിൽ അദ്ദേഹം ഇരട്ടി ആവേശത്തോടെ തന്റെ 14ാമത്തെ യുദ്ധത്തിന് തയ്യാറായി. പിന്നെന്തുണ്ടായിന്നറിയാമോ? ആ യുദ്ധത്തിൽ അദ്ദേഹം ചരിത്രവിജയം നേടി. അപ്പോ ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ സാധ്യമാക്കാൻ ഈ ചിലന്തി നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓരോ പരാജയവും കാണിക്കുന്നത് വിജയത്തിനായുള്ള പരിശ്രമം പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല എന്നാണ്. അതായത് തോൽവി എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, മറിച്ച് നമ്മുടെ ശ്രമത്തിൽ എന്തോ ഒരു കുറവുണ്ടായിരുന്നു എന്നതിന്റെ ഒരു സൂചന മാത്രമാണ്. നമ്മൾ വേണ്ടത്ര ആത്മാർത്ഥമായി ശ്രമിച്ചില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഇനി ഇതിലും പ്രധാനപ്പെട്ടൊരു പാഠമുണ്ട്. തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുന്നവർ ഒടുവിൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്നു. ഇതിന്റെ അർത്ഥമെന്താണെന്നോ? വെറുതെ വീണ്ടും വീണ്ടും ഒരേ കാര്യം ചെയ്തിട്ട് കാര്യമില്ല. ഓരോ തവണ തോൽക്കുമ്പോഴും എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന് നമ്മൾ ചിന്തിക്കണം. ആ തെറ്റ് തിരുത്തി അടുത്ത തവണ കുറച്ചുകൂടി നന്നായി ശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് മുന്നിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സാധ്യമാകും. അപ്പോ ഈ കഥ ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. അത് നിങ്ങളോടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഉപേക്ഷിക്കാൻ തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു 14ാമത്തെ ശ്രമത്തിന് നിങ്ങളും തയ്യാറാണോ? നിങ്ങളുടെ അടുത്ത ശ്രമം എന്തിനു വേണ്ടിയായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.